സ്റ്റാൻഡ് അത് തന്നെയാണ്, മനസ്സിലായി. സേഫ്റ്റി കേരളത്തിനും വെള്ളം തമിഴ്നാടിനും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അത് തീർച്ചയായിട്ടും ഞങ്ങളൊരു ബൈലാറ്ററൽ ഡിസ്കഷൻസ് വി വിൽ കണ്ടക്ട് എ ബൈലാറ്ററൽ ഡിസ്കഷൻ. ഇല്ല, നമ്മളിപ്പോൾ അതിനുള്ള ബഡ്ജറ്റിൻ്റെ വർക്കിൻ്റെ അകത്താണല്ലോ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി സംസാരിക്കും. ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റായിട്ട് സംസാരിക്കും. അതിന് അവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രികാല യാത്രയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർണാടക ഗവൺമെൻറ്റായിട്ട് സംസാരിക്കണം. തമിഴ്നാടുമായിട്ട് ഈ വെള്ളം പങ്കുവയ്ക്കുന്നതിൻ്റെ മുല്ലപ്പെരിയാറിലെ മാത്രമല്ല വിവിധ വിഷയങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഞാനത് രണ്ട് മുഖ്യമന്ത്രിമാരോടും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിക്കണം. അപ്പോൾ നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് ചർച്ച പൂർത്തിയാക്കാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ നമ്മളത് തുടരും. അല്ല, നമുക്ക് നോക്കാം, നമുക്കത് നേടാം. ഞാൻ പറഞ്ഞല്ലോ, BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അവർ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ കൂട്ടായ തീരുമാനം എടുക്കും. പഞ്ചാബ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ LDF ഗവൺമെൻറ് അതിൽ ഒപ്പുവെച്ചല്ലോ. അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതിൽ. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? ആരാ വാർത്ത ചമയ്ക്കുന്നത്? ഞങ്ങളിങ്ങോട്ട് വന്നല്ലേ ഉള്ളു. വരട്ടെ, അതിൽ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് അതിനകത്ത് തീരുമാനം. ഞാൻ ചോദിക്കട്ടെ, ഇത് എപ്പോഴാണ് പദ്ധതി പ്രഖ്യാപിച്ചത്? 10 കൊല്ലം ഉണ്ടായിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി തോറ്റു. ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരിയിലാണ് നടപ്പാക്കുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പോൾ ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിൻ്റെ ബെനഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. കാരണം അതെ, ഇലക്ഷന് മുമ്പേ അല്ല, ഞാൻ പറയട്ടെ, ഇലക്ഷന് മുമ്പ് നിങ്ങൾ കൊടുത്തേക്കണേ. ഇലക്ഷൻ സമയത്തെ അങ്ങനെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ ചെയ്തിട്ടില്ല. 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് 5 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലേ? 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിയില്ലല്ലോ. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കണതിൻ്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടിയെന്ന് കിട്ടി. 2 മാസം പെൻഷൻ അവർക്ക് കിട്ടി. അവർ ആ പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ടും ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ അവസാനത്തെ പറ്റിക്കലേ.